കളയേ. നീ എന്താ പക്രു ഈ പറയുന്നത്? അത് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ നാളത്തേക്ക് പഴുക്കില്ലേ? ഓ പിന്നെ ഇതിനി സൂക്ഷിച്ചു വെക്കാൻ പോവുകയല്ലേ, നാളത്തേക്ക് വേറെ വാങ്ങാം. ചേടാ, ഈ പക്രുവിന്റെ ഒരു കാര്യം, ഇവൻ ഈ ആഹാരം വലിച്ചെറിയുന്ന സ്വഭാവം നിർത്താറായില്ലേ? ഓ അതിനത് പച്ചയല്ലേ, ഇത് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. ഇന്നത്തെ പച്ചയാണ് നാളത്തെ പഴം റിച്ചു, അത് മറക്കരുത്. നീ വെറുതെ അവന്റെ പക്ഷം പിടിക്കേണ്ട റിച്ചു. ഓ ശരി ശരി, ഒരു തർക്കത്തിന് ഞാനില്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ജോബി, അത് കളയണ്ട, അത് പക്രുവിന് തന്നെ ആവശ്യം വന്നേക്കാം. നിങ്ങൾ എത്തിയോ? നിങ്ങൾ വരുന്നവരെ ഒരല്പം പഠിക്കാമെന്ന് കരുതി. ഓ സ്കൂളുള്ളപ്പോ പഠിക്കാത്തവനാ ഇപ്പൊ വെക്കേഷന് പഠിക്കാൻ പോന്നെ. ഞങ്ങൾ ഈ മുറ്റത്ത് വന്നപ്പോഴേ കണ്ടതാ എന്തിനെ പറ്റിയാ നീ പഠനം നടത്തുന്നതെന്ന്. പക്രു, നീ വേഗം വാ. അതും ശരിയാ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമെന്നാ കാലാവസ്ഥ പ്രവചനം. വെക്കേഷൻ ഒരുപാട് കളികൾ കളിക്കണമെന്ന് വിചാരിച്ചതാ, അപ്പോഴതാ സൂര്യതാപം. അത് കുറഞ്ഞപ്പോൾ മഴ. ഇന്ന് ഉച്ചവരെയെങ്കിലും കളിക്കണം. ഇങ്ങനെ ഇവിടുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഇന്നത്തെ കളിയും നടക്കില്ല. അത് ശരിയാ കൂട്ടുകാരെ, വേഗം വരൂ. ഒരു മിനിറ്റ്. ഞാൻ റെഡി. പക്രു, നീ ഇപ്പോഴും ആഹാരം പാഴാക്കി കളയാറുണ്ടല്ലേ? ആര് പറഞ്ഞു? ഞാനിപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഗ്രാൻമ പറഞ്ഞതാണെങ്കില് അത് കള്ളം പറഞ്ഞതാ ജോബി. ഞങ്ങളുടെ മുമ്പിലാ നീ പുറത്തേക്കെറിഞ്ഞ പഴം വന്ന് വീണത്. ഓഹോ, അതോ? അത് പഴുക്കാഞ്ഞിട്ടല്ലേ? ഒരു ദിവസം കൂടി ഇരുന്നാല് അത് പഴുക്കില്ലായിരുന്നോ പക്രു? അല്ല, നിങ്ങൾ എന്നെ കളിയാക്കാനാണോ വിളിച്ചത്, അതോ എന്റെ കുറ്റം പറയാനാണോ? ഞങ്ങൾ നിന്നെ കുറ്റം പറയുന്നതാണോ പക്രു? നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇതൊക്കെ പറയുന്നത്? ആഹാ, അടിപൊളി. ഇനി എങ്ങനെ അവിടെ കളിക്കുക? ഇനി എന്തു ചെയ്യും? എന്തു ചെയ്യാന്? ഇതിന് ഞാൻ ഇപ്പൊ ഓടിച്ചേരാം. വേണ്ട റിച്ചു, അതിനെ ഓടിക്കേണ്ട, അത് കഴിച്ചോട്ടെ, പാവം. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആലോചിക്കാം. നമുക്ക് ആ കുന്നിൻ ചെരുവിലെ പുൽമേട്ടിൽ പോയാലോ? അവിടെ പോയിട്ട് എന്തിനാ? നമുക്ക് അവിടെ പോയിരുന്ന് ആലോചിക്കാം. ഓ പിന്നെ ആലോചിക്കാൻ ആ കുന്ന് കയറാൻ പോവുകയല്ലേ, ഇവിടെ നിന്ന് ആലോചിച്ചാ മതി. എന്തായാലും ഞാൻ വരുന്നുണ്ട് ജോളി, അവിടെ നല്ല മാമ്പഴം വിളഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. അല്ലെങ്കിൽ അവിടം വരെ ഒന്ന് പോവാ. അല്പം നടക്കുന്നത് നല്ലതാ അല്ലേ? എടാ പക്രു, നീ ഇരിക്കുന്നില്ലേ? അല്ല, ഇവിടെ എവിടാ നിങ്ങൾ പറഞ്ഞ മാമ്പഴം? നീ അത് വിശ്വസിച്ചോ? അത് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. നീ പിണങ്ങേണ്ട പക്രു. നീ ഇവിടെ വന്നിരിക്കു പക്രു, നീ ഇവിടെ വന്നിരിക്കി. ഇനി നമുക്ക് ആലോചിക്കാം എന്ത് കളിയാ കളിക്കേണ്ടതെന്ന്. ഞാൻ പറയാം. നമുക്ക് ഈ മലയുടെ മുകളിലേക്ക് കയറാം. എന്നിട്ട് ഞാൻ നിങ്ങളെ ഓരോരുത്തരായി താഴേക്ക് തള്ളിയിടാം. അതെങ്ങനെയുണ്ട്? അയ്യടാ, അവന്റെ ഒരു തമാശ. നിങ്ങൾ വഴക്ക്
മെനക്കിടല്ലേ, നമുക്കൊരു വഴി കണ്ടെത്താം. എന്തു വഴി? വേറെന്താ വഴി? കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാം, എന്നിട്ട് വീട്ടിലേക്ക് പോവാം. അത്രേ ഉള്ളൂ. നമുക്ക് സെറാഫിനെ വിളിച്ചാലോ? സെറാഫിന് നമ്മളെ സഹായിക്കാൻ കഴിയും. അത് ശരിയാ. ജോബി ജോളി, എന്നാൽ വേഗം സെറാഫിനെ വിളിക്ക്. വേഗം വിളിക്ക് ജോബി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ, കളിസ്ഥലത്ത് പുതിയൊരു അതിഥി വന്നു അല്ലേ? അതെ, സെറാഫിന്. പക്രു മാമ്പഴം കിട്ടാത്തതിൽ പിണക്കത്തിലാണല്ലേ? പക്രുവിന് മാമ്പഴം ഞാൻ തരാം, പോരെ? സ്കൂൾ തുറക്കാൻ ഇനി അധികം നാളുകളില്ല. ഞങ്ങൾക്ക് കളിക്കാൻ വേറെ സ്ഥലവുമില്ല. സെറാഫിൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണം. സെറാഫിന് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയൂ. ഏത് കളികളും ശരീരത്തിന് മാത്രമല്ല, മനസ്സിന് ഉണർവും ഉന്മേഷവും വിജ്ഞാനവും പകരുന്നതാവണം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അത്തരത്തിലുള്ള കളിയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ പക്രു? ഒരു പുതിയ കളിസ്ഥലത്താണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് കൊള്ളാം, ഞാൻ റെഡി. എന്നാൽ ഇനി എല്ലാവരും കണ്ണുകളടച്ചേ. ഇതേതാ സ്ഥലം? എവിടെ എന്റെ കൂട്ടുകാര്? അയ്യോ കുഴി! കൂട്ടുകാരെ, നിങ്ങൾ എവിടെയാ? സെറാഫിൻ! ആരെയും കാണുന്നില്ലല്ലോ. ഇനി എന്തു ചെയ്യും? എന്നെ തനിച്ചാക്കി എല്ലാവരും എങ്ങോട്ട് പോയി? അവിടേക്ക് മാറ്റി വെക്ക്. അവിടെയല്ല, അപ്പുറത്ത്. വേഗം ശ്രദ്ധിച്ച്. ആരുടെയോ ശബ്ദമാണല്ലോ. രക്ഷപ്പെട്ടു. വേഗം ഇതിന്ന് തന്നെ തീർക്കണം. ദൈവമേ, രാക്ഷസ ഉറുമ്പുകള്! കള്ളൻ! കൂട്ടുകാരെ, വേഗം രക്ഷപ്പെട്ടോളൂ, ഇല്ലെങ്കിൽ രാക്ഷസ ഉറുമ്പുകൾ നമ്മളെ തിന്നും. ഞാൻ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഓടിക്കോ! പേടിക്കേണ്ട പക്രു, ആരും നമ്മളെ ഒന്നും ചെയ്യില്ല. നമ്മളിത് എവിടെയാ? ബഹിരാകാശത്താണോ? അല്ല പക്രു, നമ്മൾ ഭൂമിയിൽ തന്നെയാ. അതെ, പക്ഷെ ഭൂമിക്കടിയിലാണെന്ന് മാത്രം. ഭൂമിക്കടിയിലോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ രാക്ഷസനുറുമ്പുകള് ഭൂമിക്കടിയിലുള്ളതാണോ? പക്രു, അത് രാക്ഷസൻ ഉറുമ്പുകളല്ല, സാധാരണ ഉറുമ്പുകൾ തന്നെയാണ്. സെറാഫിൻ നമ്മളെ അവരുടെ രാജ്യത്ത് എത്തിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ അവരുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. അയ്യോ, എനിക്കെന്റെ വീട്ടിൽ പോണം. അങ്ങനെ നമുക്ക് പോകാൻ സാധിക്കില്ല പക്രു. ഇവരുടെ അനുവാദത്തോടെ മാത്രമേ നമുക്ക് ഇവിടം വിട്ടു പോകാനാവൂ. മറിച്ച് ഇവരുടെ അനുവാദമില്ലാതെ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാല് ഇങ്ങനെ ഇത്തിരി കുഞ്ഞന്മാരായി കാലം കഴിക്കേണ്ടി വരും. അയ്യോ, ഇവര് നമ്മളെ പോവാൻ അനുവദിക്കുവോ? അനുവദിക്കും, പക്ഷേ അതിനു മുമ്പ് ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. എന്തു കാര്യങ്ങള്? അറിയില്ല. നിങ്ങളെ നേതാവിനെ കാണണമെന്ന് പറഞ്ഞു. നേതാവോ? അതേ പക്രു, തേനീച്ച കൂട്ടത്തിലെ റാണിയെ പോലെ ഇവരുടെ കൂട്ടത്തിലും ഒരു നേതാവ് ഉണ്ടാവും. വാ, നമുക്കൊന്ന് പോയി നോക്കാം.
അപ്പോ നിങ്ങളാണ് പുതിയ അതിഥികളല്ലേ? ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അത് പാലിച്ച് ഒരു ദിവസം നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. അതിൽ ഞങ്ങൾക്ക് സംതൃപ്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ രൂപം സ്വീകരിച്ച് തിരികെ നിങ്ങളുടെ രാജ്യത്ത് പോകാം. ഞങ്ങളുടെ നിയമങ്ങൾ എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഇവിടെ കഴിയുന്ന കാലത്തോളം ഞങ്ങളുടെ ദൈനംദിന ജോലികളില് നിങ്ങളും പങ്കെടുക്കണം. രണ്ട്, ഞങ്ങളിൽ നിന്ന് കൂട്ടം തെറ്റാൻ പാടുള്ളതല്ല. മൂന്ന്, ഞങ്ങൾ എന്തു തിന്നുന്നുവോ അതാകും നിങ്ങളുടെയും ഭക്ഷണം. എന്താ, സമ്മതല്ലേ? സമ്മതല്ലെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോകാം. പക്ഷേ ഞങ്ങളെ പോലെ ഇത്തിരി കുഞ്ഞന്മാരായി. പറയൂ, സമ്മതമാണോ അല്ലയോ? ഞങ്ങൾക്ക് സമ്മതമാണ്. ശരി, എന്നാല് ഇന്നു മുതൽക്കേ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഇനി എന്തൊക്കെ കാര്യങ്ങളാ ഞങ്ങൾ ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ പരിപാടികള് എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നോടൊപ്പം പോന്നോളൂ. പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക അറിയിപ്പ്. എല്ലാവരും ഉടൻ തന്നെ ഹാളിൽ അസംബ്ലിയാകേണ്ടതാണ്. ഇന്നത്തെ ജോലികൾ: ഒന്നാം കൂട്ടം മോൾ രാജ്യത്ത് നിന്ന് ആഹാര സാധനങ്ങൾ എത്തിക്കേണ്ട ചുമതല അത് നിങ്ങൾ കാണാം. രണ്ടാം കൂട്ടം അത് കൃത്യമായി അടുക്കി വെക്കുക. ആഹാര സാധനങ്ങളുടെ കാവല് ചുമതല നിങ്ങൾ കാണാം. മഴക്കാലം വരെയും ഇത് തന്നെയാകും പ്രവർത്തന ചട്ടം. മനസ്സിലായല്ലോ? ശ്രദ്ധിക്കൂ, നിങ്ങള് ആഹാര സാധനങ്ങൾ അടുക്കി വെക്കുന്ന രണ്ടാം കൂട്ടത്തിനൊപ്പം ചേരുക. നിങ്ങള് മൂന്നാം കൂട്ടത്തിനൊപ്പം കാവൽ ജോലിയിൽ നിൽക്കുക. നിങ്ങള് ഒന്നാം കൂട്ടത്തിനൊപ്പം ചേർന്ന് ആഹാര സാധനങ്ങൾ ശേഖരിക്കുക. ഓ, രക്ഷപ്പെട്ടു. ഇവരുടെ ഭക്ഷണ സാധനം അത് ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നാൽ മതിയല്ലോ. പക്ഷെ ബാക്കിയുള്ളവരോ ഈ ഓരോ ഉറുമ്പും കൊണ്ടുവരുന്നത് ഓരോന്നായി അടുക്കി വെക്കണം. മമ്മി, ഭൂമി കുലുക്കും. അത് ഭൂമി കുലുങ്ങിയതല്ല, പിന്നെ അത് വഴിയേ മനസ്സിലാക്കി തരാം. ഓക്കേ, ജോലി ആരംഭിക്കാം. എല്ലാവരും സൂക്ഷിക്കുക. എന്ത് സൂക്ഷിക്കാനാ? ഇതാണ് സൂക്ഷിക്കാൻ പറഞ്ഞത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മള് ചതഞ്ഞറിയും. മനുഷ്യരുടെ കാലുകളാ. പറഞ്ഞില്ലാതെ വേണ്ട. നേരത്തെ ചോദിച്ചില്ലേ ഭൂമി കുലുക്കത്തിന്റെ കാരണം? ഇതാണ് കാരണം. അതെങ്ങനാ? മനുഷ്യർ അവരുടെ കാര്യം മാത്രം. ഞങ്ങളെ അവര് ശ്രദ്ധിക്കാറില്ല. വേഗമാട്ടെ, വേഗമാട്ടെ. മഴയ്ക്ക് മുമ്പ് നമുക്ക് നമ്മുടെ രാജ്യത്തെത്തണം. നന്ദി സുഹൃത്തെ. നിങ്ങൾ നടന്നോളൂ. ആ അരിമണിയും പെറുക്കിയെടുത്ത് ഞാനും വന്നോളാം. അത് പൊയ്ക്കോട്ടെ. ഇനി ആ താഴ്ചയിൽ ഇറങ്ങി അത് വലിച്ചു കയറ്റാൻ നിൽക്കണം. നമ്മുടെ കയ്യില് ആവശ്യത്തിനുള്ളതില്ലേ? അങ്ങനെയല്ല സുഹൃത്തെ. ആഹാര സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. ഒരു പക്ഷേ ആ അരിമണി നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും വിശപ്പ് മാറ്റാനുള്ളതാകും. ഞാനത് പോയി എടുത്തിട്ട് വരാം.
വിശക്കുന്നേ. ഈ രാജ്യത്ത് എല്ലാവരും ഒരുമിച്ചിരുന്നേ ആഹാരം കഴിക്കാറുള്ളൂ. ആദ്യം മറ്റുള്ളവർ അവരുടെ ജോലികൾ ചെയ്തു തീർക്കട്ടെ. എന്തു പറയുന്നു? ഇനി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. എന്താ ബക്രു, നീ കഴിക്കുന്നില്ലേ? കഴിക്കണം. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ ഉറുമ്പുകൾ ആഹാരം ശേഖരിക്കുന്നതെന്ന്. പക്രു പറഞ്ഞത് ശരിയാ. അതുമാത്രമല്ല, എത്ര ചിട്ടയായിട്ടാ ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രവൃത്തികളില് ഞാനും എന്റെ ഈ സേനയും സന്തുഷ്ടരാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം രൂപത്തിൽ നിങ്ങളുടെ രാജ്യത്തിലേക്ക് പോകാം. ഹായ്, നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. ഓ, എന്തൊരു അനുഭവമായിരുന്നു. എന്തു പറ്റി പക്രു? എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഞാൻ കഷ്ടപ്പെട്ട ഈ അരിമണിക്ക് ഇനി എന്റെ വിശപ്പ് മാറ്റാൻ കഴിയില്ല. ഞാൻ ഇനി എന്ത് ചെയ്യും? പക്രു, നീ സങ്കടപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ് കൂട്ടുകാരെ. പ്രൈസ് ദി ലോർഡ് സെറാഫിൻ. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ പുതിയ അനുഭവം? പക്രുവിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ? അതെ സെറാഫിൻ, ആ കുഞ്ഞു ജീവിതങ്ങളിൽ നിന്ന് ഒരുപാട് വലിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. മിടുക്കൻ. പക്രുവിന് വിശക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ദാ ഇത് കഴിച്ചോളൂ. നന്ദി സെറാഫിൻ. ഈ ഫലത്തിനാണോ നന്ദി? എന്നാൽ ഇത് പക്രുവിന്റേത് തന്നെയാണ്. എന്റേതോ? അതെ പക്രു, ഒരിക്കൽ പച്ചയാണ് എന്ന് പറഞ്ഞ് പക്രു വലിച്ചെറിഞ്ഞ ഫലമാണിത്. അതെ പക്രു, ഒരിക്കൽ പച്ചയാണ് എന്ന് പറഞ്ഞ് പക്രു വലിച്ചെറിഞ്ഞ ഫലമാണിത്. പക്രു, ആഹാര സാധനങ്ങൾ പാഴാക്കി കളയാനുള്ളതല്ല. പകരം നീ കണ്ടില്ലേ ഉറുമ്പുകൾ? അവ ചെയ്യുന്നത് പോലെ നാളേക്ക് കരുതി വെക്കേണ്ടതാണ്. നാം പാഴാക്കി കളയുന്നത് ഒരുപക്ഷെ മറ്റൊരാളുടെ വിശപ്പ് ശമിപ്പിക്കാനുള്ളതാകും. എനിക്ക് മനസ്സിലായി സെറാഫിൻ. ഞാനിനി ഒരിക്കലും ആഹാരം പാഴാക്കി കളയില്ല. മാത്രമല്ല, വിശക്കുന്ന സഹജീവികൾക്ക് ആഹാരം നൽകുകയും ചെയ്യും. ഞങ്ങളും. ആഹാരം പാഴാക്കരുത്. ഒരു പക്ഷേ അതിന് മറ്റൊരാളുടെ വിശപ്പ് ശമിപ്പിക്കുവാൻ കഴിഞ്ഞേക്കും.